അമ്മയാവുക എന്നത് ഏതൊരു സ്ത്രീയുടെയും സൗഭാഗ്യമാണ്. അതിനായി അവർ പല വിധത്തിലുള്ള പെയിൻഫുൾ പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനാൽ പ്രസവശേഷം ആരോഗ്യം വീണ്ടെടുക്കാനായി നല്ല രീതിയിലുള്ള പ്രസവരക്ഷ ചെയ്യേണ്ടതുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗത്തും പല രീതിയിലുള്ള പ്രസവരക്ഷാ ക്രമമാണ് നടത്തുന്നത്. അപ്പോൾ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് നമ്മൾ പ്രധാനമായും കഴിച്ചിരിക്കേണ്ട മരുന്നുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങേണ്ടത് തിപ്പിലി കഷായമാണ്. രണ്ടാമതായിട്ട് കഴിക്കേണ്ടതാണ് ധന്വന്തരം കഷായം. ഇനിയുള്ളത് അരിഷ്ടങ്ങളാണ്. ദശമൂലാരിഷ്ടം, ജീരകാരിഷ്ടം, ബലാരിഷ്ടം. ഇവ മൂന്നും നമ്മൾ 28 വരെയുള്ള ദിവസങ്ങളുടെ ഇടയിൽ കഴിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഈ ധന്വന്തരം തൈലവും പച്ചമഞ്ഞളും കൂടി അരച്ച് മിക്സ് ചെയ്ത് മേലാസകലം തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഈ 28 ദിവസവും നമ്മൾ ഒരമണിക്കൂറെങ്കിലും ഇരുന്നിട്ട് വേണം നമ്മൾ ഈ 28 ദിവസവും കുളിക്കാൻ. 28-ന് ശേഷമാണ് നമ്മൾ സൂപ്പ് കുടിച്ചു തുടങ്ങുന്നുണ്ട്. മുട്ടയിടാറായ ഒരു നാടൻ കോഴിയുടെ സൂപ്പ് വേണം നമ്മൾ ആദ്യമായിട്ട് കുടിക്കാൻ. അതിനുശേഷം ആടിൻ്റെ തണ്ടൽ, കുടൽ എന്നിവ കൊണ്ടുള്ള സൂപ്പും കഴിക്കും. സൂപ്പ് കുടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ രാത്രി സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് വേണം കുടിക്കാൻ. അപ്പോഴാണത് ശരിയായിട്ട് ദേഹത്തിൽ പിടിക്കുകയുള്ളൂ. അതിനുശേഷം ഉള്ളിച്ചോറ്, ഉലുവച്ചോറ് എന്നിവയെല്ലാം 7 ദിവസങ്ങളിലായിട്ട് കഴിക്കണം. ചെറുപയർ മുളപ്പിച്ചത്, ഇലക്കറികൾ എന്നിവയെല്ലാം ഈ സമയത്ത് ധാരാളമായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ ഈ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുകയും വേണം. ഇനി നമുക്ക് പ്രസവ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വീതുകുളിക്കുള്ള വെള്ളം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 28 ദിവസമാണ് നമ്മൾ വേദുവെള്ളത്തിൽ കുളിക്കേണ്ടത്. വലിയ ചെമ്പുകളിൽ വേണം വേദുവെള്ളം ഉണ്ടാക്കാനായിട്ട്. പച്ചില മരുന്നുകളും കിഴികളും എല്ലാം ഇട്ടിട്ട് രാത്രി മുഴുവൻ വെള്ളം വെട്ടിത്തിളയ്ക്കണം. പിറ്റേന്ന് രാവിലേക്ക് ചൂടില്ലെങ്കിൽ ഒന്നുകൂടി രാവിലെ നേരം ചൂടാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാവുന്ന അത്ര ചൂടിൽ വേണം വേദുവെള്ളം ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും വേദുവെള്ളത്തിൽ പച്ചവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാൻ പാടില്ല. എന്തൊക്കെ ഇലകളാണ് ഇതിന് ആവശ്യമായിട്ടുള്ളതെന്ന് ഇനി നമുക്ക് നോക്കാം. എല്ലാം നമ്മുടെ നാട്ടിൽ പൊതുവെ സാധാരണയായി കിട്ടുന്ന ഇലകളാണ്. പുളിയില 2-3 തണ്ടോട് കൂടി പറിച്ചെടുത്തിട്ട് കിഴി കെട്ടിയിടാം. പുളിയില പ്രസവത്തോടനുബന്ധിച്ചുള്ള നീര് വലിയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. വട്ടയില, ഉപ്പലം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ചെടിയല്ല, ഇതൊരു മരമാണ്. ഈ ഇല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് വേണ്ടത് നല്ല നാടൻ മാവിൻ്റെ ഇലയാണ്. പച്ച ഇലയെക്കാട്ടിലും പഴുത്ത ഇലയാണ് വളരെ നല്ലത്. ഒരു പ്രാവശ്യത്തേക്കുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് 3-4 ഇല മതിയാവും. തൊലിപ്പുറമേയുള്ള മുറികളുടെ വീക്കം മാറാനായിട്ടാണ് മാവില വെന്ത വെള്ളം ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 2-3 വരിക്കപ്ലാവിൻ്റെ പഴുത്ത ഇലകളാണ്. മാവില വെള്ളത്തിലിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ ഞെട്ടി ഒരിക്കലും കളയാൻ പാടില്ല. ഞെട്ടിയിലാണ് ഇതിൻ്റെ ഔഷധ മൂല്യം കൂടുതലുള്ളത്. പ്ലാവില ശരീരത്തിലെ മുറിവുകളുടെ ഉണക്കം വേഗത്തിലാക്കാൻ സഹായിക്കുന്നു. കൂടാതെ സ്കിൻ റീജുവനേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് മൂത്തതോ ഇളയതോ ആയ 5-6 പേരയില എടുക്കാം. ഒരുപാട് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നതാണ് പേരയില. ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസും ഇതിനുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഞാലിപ്പൂവൻ വാഴയിലയാണ്. പഴുത്തതോ പച്ചയോ ആയിട്ടുള്ള ഇലകൾ എടുക്കാം. വാഴയില സ്കിന്നിൻ്റെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. സ്കിന്നിൽ ഈർപ്പം നിലനിർത്തുക, സ്കിന്നിനെ സൂത്തൻ ചെയ്യിക്കുക, മുറിവുണങ്ങാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം സഹായിക്കുന്നു. ആവണക്കില 3-4 ഇലകൾ ഉപയോഗിക്കാം. ഈ ഇല ബോഡി പെയിൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേദുവെള്ളത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഇലയാണിത്. അടുത്തതായി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇത് ബോഡി പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. അടുത്തതായിട്ട് വേണ്ടത് പെരികിലത്തിൻ്റെ ഇലയാണ്. നമ്മുടെ റോഡ് സൈഡിലുള്ള ഇങ്ങനെ വെള്ള പൂക്കളിൽ കാണാൻ പറ്റുന്നൊരു ചെടിയാണിത്. ഈ ഇല പ്രസവശേഷമുള്ള ഗർഭാശയ ശുദ്ധിക്കും അയഞ്ഞ മസിലെല്ലാം ബലപ്പെടുത്താനും സഹായിക്കുന്നു. അടുത്തതായിട്ട് വേണ്ടതാണ് പാണലില. ഇതുപോലെ റെഡ് നിറത്തിലുള്ള കായകളുമായിട്ട്
സാധാരണ തൊടിയിലും പറമ്പിലും ഒക്കെ കാണപ്പെടുന്ന ഒരു ഇലയാണിത്. ഒടിവ്, ചതവ്, ഉളുക്ക് എന്നിവയെല്ലാം പെട്ടെന്ന് ഭേദമാവാനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തതായിട്ട് വേണ്ടതാണ് വാദംകൊല്ലിയില. വാദക്കൊടി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ഈ ഇല ജോയിൻസിലൊക്കെയുള്ള പെയിന് മാറാൻ വേണ്ടി സഹായിക്കുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ഇലകളാണ് നമുക്ക് വേണ്ടത്. ഇതിലധികം ഇലകളും നമ്മുടെ ചുറ്റുപാടും തന്നെ കാണാവുന്ന ഇലകളാണ്. നമുക്ക് കിട്ടാവുന്ന അത്രയും ഇലകൾ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ വേദവെള്ളം തയ്യാറാക്കാനായിട്ട്. ഇതിലേക്ക് കുറച്ച് മരുന്നുകൾ കിഴികെട്ടിയിടാനുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കിഴികെട്ടിയിടാനായിട്ട് നമുക്ക് വേണ്ടത് രാമച്ചവും നാൽപ്പാമരപ്പൊടിയുമാണ്. രാമച്ചത്തിൻ്റെ വേര് നമുക്ക് ആയുർവേദ കടകളിലെല്ലാം ലഭിക്കുന്നതാണ്. നാൽപ്പാമരപ്പൊടിയും നമുക്ക് ആയുർവേദ കടകളിൽ തന്നെ കിട്ടും. നാൽപ്പാമരങ്ങൾ എന്ന് പറഞ്ഞാൽ അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നിവയാണ്. വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളാണ് ഈ നാലും. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് വേദവെള്ളത്തിലേക്കായിട്ട് വേണ്ടത്. നോർമൽ ഡെലിവറിക്ക് മാത്രമല്ല, സി സെക്ഷൻ കഴിഞ്ഞവർക്കും നമുക്ക് വേദവെള്ളത്തിലുള്ള കുളി വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.